ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കളർ പലപ്പോഴായിട്ട് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് ഒരു റെഡിഷ് ടോൺ ആയിരിക്കും വരുന്നുണ്ടാവുക, ചില സമയത്ത് അത്യാവശ്യം ഒരു ബ്ലൂയിഷ് ടോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് എല്ലാ ടൈമിലും ഒരേ ടൈപ്പ് കളർ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഐഫോൺസിൽ ട്രൂ ടോൺ എന്നുള്ളൊരു ഫീച്ചർ വരുന്നുണ്ട്. അപ്പം അത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാം, അല്ല ആ ഒരു ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ അത് ഓണും ആക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആപ്പിൾ ഐഫോണിൽ ട്രൂ ടോൺ എന്നുള്ള ഫീച്ചർ നമുക്ക് എങ്ങനെ ഓൺ ആക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രൈറ്റ്നസ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് ട്രൂ ടോൺ എന്നുള്ള ഒരു ഫീച്ചർ കാണാൻ പറ്റും. ഇപ്പം അത് ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പം അതും ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഓഫായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ എല്ലാ ടൈമിലും ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇനി ഇത് ഞാൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ട്രൂ ടോൺ എന്നുള്ള ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓണാക്കി വെക്കാം. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എല്ലാ ടൈമിലും ഒരുപോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫാക്കിയും വെക്കാവുന്നതാണ്. അപ്പം ആ ഒരു പഴയ കളറിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ഡിസ്പ്ലേയിൽ ട്രൂ ടോൺ എന്നുള്ള ഫീച്ചർ ഓണും ഓഫും ആക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.